പാഠം 3. അധികം കൊതി ആപത്ത്. വെളുമ്പനാമയും കറുമ്പൻ പൂച്ചയും ചങ്ങാതിമാരായിരുന്നു. രണ്ടുപേരും കൂടി ഒരു ദിവസം വള്ളിയൂർക്കാവിൽ പൂരം കാണാൻ പുറപ്പെട്ടു. വലിയൊരു പുഴ കടന്നിട്ട് വേണം പൂരസ്ഥലത്തെത്താൻ. എന്താണ് പോംവഴി? ഇരുവരും ആലോചിച്ചു. വെളുമ്പനാമ പറഞ്ഞു, ചങ്ങാതി, എനിക്ക് നീന്താൻ അറിയാമല്ലോ, നീ എന്റെ പുറത്തിരുന്നാൽ മതി. ബേഷ്, അതുകൊള്ളാം. കറുമ്പൻ പൂച്ചയ്ക്ക് സന്തോഷമായി. അവൻ ഉടനെ ഓടിച്ചാടി ആമയുടെ പുറത്തു കയറിയിരുന്നു. പുറപ്പെടുമ്പോൾ വെളുമ്പനാമ പറഞ്ഞു, ചങ്ങാതി, പുഴയിലൂടെ പോകുമ്പോൾ പലതും കാണും, അതൊന്നും കണ്ട് കൊതിക്കരുത്. ഇല്ലില്ല, ഞാൻ കൊതിയനുമല്ല, ചതിയനുമല്ല. ആവശ്യമില്ലാത്തതൊന്നും ഞാൻ ഇതുവരെ കൊതിച്ചിട്ടില്ല. കറുമ്പൻ പൂച്ച പരിഭവസ്വരത്തിൽ പറഞ്ഞു. താമസിയാതെ അവർ രണ്ടുപേരും പുഴയിലൂടെ യാത്രയായി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അതാ വരുന്നു ഒരു വലിയ പൂമീൻ. അതിന്റെ തടിമുഴുപ്പും മിനുമിനുപ്പും കണ്ടപ്പോൾ കറുമ്പൻ പൂച്ചയുടെ വായിൽ വെള്ളം നിറഞ്ഞു. കൊതി സഹിക്കവയ്യാതായപ്പോൾ അവൻ പൂമീനിന്റെ നേർക്ക് ഒരു ചാട്ടം. പൂമീൻ വാലിട്ടടിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിയകന്നു. കറുമ്പൻ പൂച്ച നിലയില്ലാത്ത വെള്ളത്തിൽ കിടന്ന് ഉറക്കെ മൂങ്ങി. ങ്യാവൂ ങ്യാവൂ ങ്യാവൂ. വെളുമ്പനാമ തന്റെ പൊന്നു ചങ്ങാതിയെ രക്ഷിക്കാൻ പഠിച്ച പണി 18 നോക്കി. ഒഴുക്കിൽപ്പെട്ട് മുങ്ങിയും പൊങ്ങിയും അവൻ അകന്നകന്നുപോയി. പിന്നെ ആരും അവനെ കണ്ടിട്ടില്ല. കൊതി മൂത്താൽ ആരുടെയും ഗതി ഇതുതന്നെ.